ഹായ് ഓൾ, എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന കുറച്ച് റണ്ണിങ് ഫാബ്രിക്സിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അടിപൊളിയായിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണ്. പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയച്ചോളാം. നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രൊഡക്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് എത്ര മീറ്റർ വേണം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് അവൈലബിലിറ്റി ചോദിച്ച് വാട്സപ്പിലേക്ക് അയയ്ക്കുക. അപ്പോൾ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം. അതുപോലെ അഡ്രസ്സ് അയക്കുമ്പോൾ ഇപ്പോഴും പല ആളുകളും പിൻകോഡും കോൺടാക്ട് നമ്പറും വെക്കുന്നില്ല. പിൻകോഡ് ഇല്ലാണ്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തില്ല പ്രോഡക്റ്റ്. അതുപോലെ കോൺടാക്ട് നമ്പറും നിങ്ങളുടെ വാട്സപ്പ് നമ്പർ തന്നെയാണ് കോൺടാക്ട് നമ്പറെങ്കിലും അതൊന്ന് ടൈപ്പ് ചെയ്ത് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ പാരഗ്രാഫ് പോലെ ഒന്ന് അയക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം. ഞാനിന്ന് വേറെ ചെയ്തിരിക്കുന്ന ഈ ഒരു ഫാബ്രിക് ഒരു രക്ഷയിൽ അടിപൊളി. എനിക്കിന്ന് ഭയങ്കര ഒരു സന്തോഷമുണ്ട് എൻ്റെ ഫേസിൽ. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, ഭയങ്കര അടിപൊളിയായിട്ടുള്ള കോട്ട ഫാബ്രിക്കിലേക്ക് നമ്മുടെ കോഡിങ് വർക്ക്, നമ്മുടെ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു മെറ്റീരിയലാണ് കോഡിങ് വർക്ക് വന്നേക്കുന്ന ഈ ഒരു മെറ്റീരിയൽ. സോ ഇത് നല്ല ഭയങ്കര രസമുണ്ട്. ഈ ഒരു ബ്ലാക്കിലേക്ക് ആ ഒരു വർക്ക് വന്നിട്ട് ഭയങ്കര സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആണ്. എവിടെ പോയിട്ടുണ്ടെങ്കിലും നിങ്ങളോട് ചോദിക്കുക ഇത് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്, കാരണം അത്ര റെയർ ആയിട്ടുള്ളൊരു കളക്ഷനാണ്. സോ ഈ ഒരു ഫാബ്രിക് നമുക്ക് അവൈലബിൾ ആണ്. 395 പെർ മീറ്റർ വരുന്ന കോട്ട ഫാബ്രിക്കിലാണ് നമ്മളിത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. സോ ഇത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫാബ്രിക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ആൻഡ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്ന മൂവാറ്റുപുഴ MC റോഡിലാണ് കേട്ടോ. നമ്മുടെ ഷോപ്പിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാം. മൂവാറ്റുപുഴ MC റോഡിലാണ്. ഷോപ്പിൻ്റെ മോർ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. MC റോഡിൽ നിയർ ബൈ നമ്മുടെ ആക്സിസ് ബാങ്ക് ആണ് നമുക്ക് ഏറ്റവും അടുത്ത് വരുന്ന ലൊക്കേഷൻ. അതുപോലെ തന്നെ ഐസക് മരിയ തിയേറ്റർ, KSRTC സ്റ്റാൻഡിൻ്റെയൊക്കെ ഒരു 300 മീറ്റർ ഇതിലാണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സോ അറിയില്ലാത്ത ആളുകൾക്ക്, നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആരെങ്കിലുമൊക്കെ മൂവാറ്റുപുഴ പരിധിയിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അവരെയും കൂടെ ഇൻഫോം ചെയ്യുക. നമ്മുടെ അടിപൊളി കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പ് നമുക്ക് മൂവാറ്റുപുഴയിലുണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്ന ഫാബ്രിക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്ന കോട്ട ഫാബ്രിക് അടിപൊളി മെറ്റീരിയൽ. ഞാൻ ഇത്രയും ഭംഗി ശരിക്കും പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഇത്രയും കംഫർട്ടും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. കാരണം ഇത് കോട്ട ഫാബ്രിക് ആയതുകൊണ്ടും ഈ വർക്ക് ഇച്ചിരി തിക്കായതുകൊണ്ടും ഞാൻ വിചാരിച്ചു കുറച്ച് ഇങ്ങനെ മുരപ്പരിക്കി ഇടുമ്പോഴെന്ന്. പക്ഷേ ഭയങ്കര രസമുണ്ട്, നല്ല സുഖമാണ് ഇടാൻ, ഒരു കംഫർട്ട് കുറവുമില്ല. ഭയങ്കര അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ. ഇങ്ങനെ വരുന്നു, നല്ലൊരു ബ്ലാക്ക് കളറിലേക്ക്. ഞാൻ കോട്ടനാണ് ലൈനിങ് കൊടുത്തിരിക്കുന്നത്. നോർമൽ കോട്ടൺ ലൈനിങ് ആണ് ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ വരും. സ്ലീവ്സിലും ലൈനിങ് ഇടണം കേട്ടോ. ഇങ്ങനെ വരും. 395 പെർ മീറ്റർ, 44 ഇഞ്ചസ് വിട്ടാണ്. നമുക്കിത് സാരിക്ക് അത്ര സ്യൂട്ടായിരിക്കില്ല, സൈഡിന് ഫിനിഷിംഗ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ടോപ്പിനായിരിക്കും അടിപൊളി. സിമ്പിളായിട്ട് ബ്ലാക്ക് ദുപ്പട്ടയും ബ്ലാക്ക് ബോട്ടോ എന്തായാലും എല്ലാവരുടെയും കൈ കാണും. സോ അങ്ങനെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മെറ്റീരിയലാണ്. 395 പെർ മീറ്റർ, 44 ഇഞ്ചസ് വിട്ട്. ഇതിൻ്റെ യെല്ലോ, ബേബി യെല്ലോ, അതുപോലെ തന്നെ ഒരു ഗ്രേ കളറ്, അതുപോലെ ഒരു പാരറ്റ് ഗ്രീൻ, ഈ 3 ഷെയ്ഡ്സും നമുക്ക് അവൈലബിൾ ആണ്. പ്രീവിയസ് വീഡിയോയിൽ നമ്മളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് വേണമെങ്കിൽ അതും ബുക്ക് ചെയ്യാവുന്നതാണ്. സോ അടിപൊളി മെറ്റീരിയലാണ്. 395 പെർ മീറ്റർ, 44 ഇഞ്ചസ് വിട്ട്. മൽമൽ ചന്തേരിയിൽ റാണി പിങ്കും യെല്ലോയും നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള ഈ ഒരു മെറ്റീരിയൽ ഭയങ്കര ഡിമാൻഡായിരുന്നു. ആൻഡ് കുറേ പേര് പ്രീ ബുക്കിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ 2 ഷെയ്ഡ്സും. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പേരുടെ നമ്മൾ ഇന്ന് ഡിസ്പാച്ച് ആക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ മൺഡേ ആയിരിക്കും ഡിസ്പാച്ച് ആവുന്നത്. കുറച്ചധികം ഉണ്ടായിരുന്നു പ്രീ ബുക്കിംഗ്. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് സാറ്റർഡേ ഷോപ്പിൽ നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ഡിലേ വന്നു. മൺഡേ എല്ലാവരും ഡിസ്പാച്ച് ചെയ്യുന്നതാണ്. സോ ബാക്കി ഇനി ആരെങ്കിലും ബുക്ക് ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് ബുക്ക് ചെയ്തോളാം. റാണി പിങ്കും യെല്ലോയും നമുക്ക് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള മൽമൽ ചന്തേരിയിൽ ചെറിയ പ്രിൻറ്റ്, എല്ലാവർക്കും ഫെമിലിയർ ആണ്. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വരുന്നു മെറ്റീരിയൽ. ഇങ്ങനെ വരുന്നു കേട്ടോ. എംബ്രോയിഡറി ഇതാണ്, നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി. അതുപോലെ തന്നെ ഇതിൻ്റെ പ്ലെയിൻ ഫാബ്രിക്കും നമുക്ക് അവൈലബിൾ ആണ്. 295 ആണ് എംബ്രോയിഡറി ഉള്ള ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ്. പ്ലെയിൻ ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് 190 ആണ്. നമുക്ക് ബോട്ടോ ആയിട്ടും അതുപോലെ ദുപ്പട്ടയായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പ്ലെയിൻ മെറ്റീരിയൽ. കുറച്ച് ഫാബ്രിക് കൂടെയാണ്, പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളാം വേണ്ടുന്ന ആളുകൾ. അതുപോലെ നമുക്ക് യെല്ലോയും റീസ്റ്റോക്ക് ആയിട്ട്. ഇത് 44 ഇഞ്ചസ് വിട്ട് ഇങ്ങനെയാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. 44 ഇഞ്ചസ് വിട്ട് 295 ആണ് പെർ മീറ്റർ റേറ്റ് വന്നേക്കുന്നത്. ഇങ്ങനെ വരും. റാണി പിങ്ക് ലാസ്റ്റ് ടൈമിൻ്റെ സെയിം ഷെയ്ഡ് തന്നെയാണ് വന്നേക്കുന്നത്. നെക്സ്റ്റ് യെല്ലോ, നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ടോണിലേക്ക് വരുന്നു. ഇതാണ് അതിൻ്റെ എംബ്രോയിഡറി വരുന്നത്. അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാണ്. ഏറ്റവും കൂടുതൽ എൻക്വയറി ഉണ്ടായിരുന്നത് നമുക്ക് ഈ ഒരു യെല്ലോയ്ക്കും റാണി പിങ്കിനുമാണ്. അതുകൊണ്ടാണ് ഇത് രണ്ടും നമ്മൾ പ്രീ ബുക്കിംഗ് എടുത്ത്. ബാക്കി ഷെയ്ഡ്സ് കമ്മിങ് ഡേയ്സിൽ വരുന്നതാണ്. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഞാനും. ഇങ്ങനെ വരുന്നു പ്ലെയിൻ മെറ്റീരിയൽ. ഇതിൻ്റെയും പ്ലെയിൻ ഫാബ്രിക് നമുക്ക് അവൈലബിൾ ആണ്. 190 ആണ് പ്ലെയിൻ ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ്. 295 ആണ് എംബ്രോയിഡറി ഉള്ള മെറ്റീരിയലിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല, വീഡിയോ ലെങ്ത് വെറുതെ കൂട്ടുണ്ടല്ലോ, കാരണം ഇത് ഒത്തിരി പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നതാണ്. അടിപൊളി, ഭയങ്കര നല്ല ഫീഡ്ബാക്ക് കിട്ടിയൊരു മെറ്റീരിയലാണ്.
ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ നമുക്ക് വെയർ ചെയ്യാനും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇങ്ങനെ വരുന്നു. 44 ഇഞ്ചസ് ആണ് വിഡ്ത്ത്. അടുത്ത വീവ് കോട്ടൺ ആണ്. നല്ലൊരു യെല്ലോ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. നല്ലൊരു മസ്റ്റാർഡ്, ഒരു ഗോൾഡനേഷ് യെല്ലോ ടോണിലേക്കാണ് വന്നിരിക്കുന്നത്. അതിലേക്ക് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് എൻ്റെ വീവ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഓഫ് വൈറ്റ് ബോട്ടം അല്ലെങ്കിൽ ഒരു വൈറ്റ് ബോട്ടത്തിൻ്റെ ഒക്കെ കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. 44 ഇഞ്ചസ് വിഡ്ത്തിലാണ് ഫാബ്രിക് വരുന്നത്. ഫോൾഡ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇങ്ങനെ വരും. ഇത് കണ്ടോ, ഉള്ളിലിങ്ങനെ വീവാണ് വന്നിരിക്കുന്നത്. വീവ് കോട്ടൺ ആണ് വരുന്നത്. ഇതാണ് മെറ്റീരിയൽ. 230 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു കോട്ടൺ ഫാബ്രിക്കാണ്. ബ്ലൗസിനും എടുക്കാൻ പറ്റും. അതുപോലെ സ്റ്റിറ്റഡ് കുർത്തിക്കൊക്കെ എടുക്കാൻ പറ്റുന്ന അടിപൊളി ഫാബ്രിക്കാണ്. 230 പെർ മീറ്റർ, 44 ഇഞ്ചസ് വിഡ്ത്ത്. അടുത്ത പോൾക്ക ഡോട്ട്സ് വരുന്ന കോട്ടൺ ഫാബ്രിക്കാണ്. നല്ലൊരു ലെമൺ യെല്ലോ ഷെയ്ഡിലേക്കാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ഭയങ്കര അടിപൊളി കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് കോട്ട് സെറ്റോ കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ്. 195 ആണ് പെർ മീറ്റർ റേറ്റ്. ഇങ്ങനെ വരുന്നു. നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്. വെറുതെ ടോപ്പ് അടിച്ചിട്ട് ബോട്ടം വൈറ്റ് പലാസോയുടെ കൂടെയൊക്കെ ഇട്ടാലും നല്ല രസമായിരിക്കും. 195 പെർ മീറ്റർ, 44 ഇഞ്ചസ് വിഡ്ത്ത്. കോട്ടണിലടുത്ത് നമുക്ക് ഡാർക്ക് ഒരു ബ്രിക്ക് ഷെയ്ഡിലേക്ക് വന്നിരിക്കുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡും ഒരു ഡാർക്ക് ഒരു ബ്രിക്ക് ഷെയ്ഡ്, ശരിക്കും ഒരു ബ്രിക്ക് ഷെയ്ഡ് തന്നെയാണ്. അതിലേക്കൊരു ബേജ് കളറിലാണ് അതിൻ്റെ ഒരു പ്രിൻറ്റ് പോയേക്കുന്നത്. നമുക്കൊരു ഓഫ് വൈറ്റ് ബോട്ടത്തിൻ്റെ കൂടെയോ ബ്ലാക്ക് ബോട്ടമിൻ്റെ കൂടെയൊക്കെ സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും. 195 പെർ മീറ്റർ, 44 ഇഞ്ചസ് ആണ് വിഡ്ത്ത്. അടുത്ത നമുക്ക് എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ വരുന്ന 56 ഇഞ്ചസ് വിഡ്ത്തിലേക്ക് വരുന്ന കോട്ടൺ ഫാബ്രിക്. അടിപൊളിയായിട്ടുള്ളൊരു കോട്ടൺ ഫാബ്രിക്, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് കോട്ട് സെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ്. ഈ പ്രാവശ്യം വന്നിരിക്കുന്ന പ്രിൻറ്റ് ഇതാണ്, ജാൽ പ്രിൻ്റ് ആണ്. നല്ല ഭംഗിയുള്ള ഒരു പ്രിൻറ്റും നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റിച്ച് തരാൻ പറ്റും. ഈ ഒരു ഡാർക്ക് ഒരു പിങ്ക് ഷെയ്ഡിലേക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ബോട്ടം കൊടുക്കാം, അല്ലെങ്കിൽ ഇത് തന്നെ ടോപ്പും ബോട്ടം ആയിട്ട് സ്റ്റിച്ച് ചെയ്താലും നല്ല രസമായിരിക്കും കേട്ടോ. നല്ലൊരു ജാൽ പ്രിൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്, ഫ്ലോറൽ പ്രിൻ്റ് ആണ്. കോട്ട് സെറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും ഇത്. ഇങ്ങനെ വരുന്നു. 250 ആണ് പെർ മീറ്റർ റേറ്റ്. ഈ കോട്ടൺ ഫാബ്രിക് എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ വരുന്നതും അതുപോലെ തന്നെ വിട്ട് കൂടിയതുമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു റേഞ്ചിലേക്ക് വരുന്നത്. നമ്മളിപ്പോൾ 195ൻ്റെ മെറ്റീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 139 മുതൽ നമുക്ക് കോട്ടൺ ഫാബ്രിക്സ് ഷോപ്പിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇത് എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ വരുന്ന വിട്ട് കൂടിയ ഫാബ്രിക്കാണ് കേട്ടോ. സോ 250 പെർ മീറ്റർ, 56 ഇഞ്ചസ് ആണ് വിട്ട്. അടുത്ത നമുക്ക് കോട്ടണിലേക്ക് ഒരു എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്ന ഒരു അടിപൊളി മെറ്റീരിയൽ നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുണ്ട്. നല്ലൊരു പീച്ച് ഷെയ്ഡ്, ഒരു ഓറഞ്ചിഷ് പീച്ച് ടോൺ ആണ് ഫസ്റ്റ് വന്നേക്കുന്നത്. ഇത് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് ഒരു ഭംഗി കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്താണ് കാണിക്കുന്നത്. നമുക്ക് പേസ്റ്റൽ ഷെയ്ഡ്സിൻ്റെ ഒന്നും ഭംഗി വീഡിയോയിൽ വരുന്നില്ല. അതാണ് എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. കാരണം നേരിട്ട് കാണാൻ ഭയങ്കര രസമാണ്. നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സും നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസും ആണ്. നമുക്ക് ഏറ്റവും കൂടുതലൊരു ഫീഡ്ബാക്ക് കിട്ടിയേക്കുന്നതും വീഡിയോനേക്കാളും ഭംഗിയുണ്ടെന്നുള്ളതാണ് റണ്ണിങ് ഫാബ്രിക്സ്. കാരണം ഇതിനത്ര ഭംഗി വീഡിയോയിൽ കിട്ടുന്നില്ല. ലൈറ്റ് ഷെയ്ഡ്സ് ഇങ്ങനെ വരും. അടിപൊളിയായിട്ടുള്ളൊരു ഓറഞ്ചിഷ് പീച്ച് ടോൺ ആണ് ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത്. ഈ ഒരു എംബ്രോയിഡറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 44 ഇഞ്ചസ് വിഡ്ത്ത്, 315 പെർ മീറ്റർ വരുന്ന മെറ്റീരിയലാണ്. ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ്. ഇതാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. ഇത് ഒരു ഓറഞ്ച് ഷെയ്ഡായിട്ടാണ് വീഡിയോയിൽ കാണുന്നത്. ഇതൊരു പീച്ചിഷ് ഓറഞ്ച് ആണ്. പീച്ചിൻ്റെ ഒരു ബ്രൈറ്റ് ടോണിലേക്കാണ് വരുന്നത്. ഓറഞ്ച് ചെറുതായിട്ട് മിക്സ് ഉണ്ടെന്നുള്ളൂ. പക്ഷേ ഇത് പീച്ച് ടോണാണ്. വീഡിയോയിൽ ഒരു ഓറഞ്ച് പോലെയാണ് തോന്നുന്നത്. പക്ഷേ അടിപൊളി കളറാണ്. നമ്മൾ ലാസ്റ്റ് ടൈം കൊണ്ടുവന്ന സെയിം ഷെയ്ഡ് തന്നെയാണ്. 315 പെർ മീറ്റർ, 44 ഇഞ്ചസ് വിഡ്ത്ത്. അടുത്തത് വന്നേക്കുന്നത് ഭയങ്കര ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഒരു പേസ്റ്റൽ ഒരു യെല്ലോ ടോണിലേക്ക് വരുന്നു. നല്ല രസമുണ്ട്. ഒരു കസ്റ്റാർഡ് പൗഡറിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ്, അല്ലെങ്കിൽ ബേബി യെല്ലോ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. നമുക്കിങ്ങനെ കഴിക്കാൻ തോന്നുന്ന ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഷെയ്ഡ് കാണുമ്പോൾ തന്നെ അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ്. 315 പെർ മീറ്റർ, 44 ഇഞ്ചസ് വിഡ്ത്തിൽ വരുന്ന പ്യുവർ കോട്ടൺ ഫാബ്രിക് ആണ്. ഇങ്ങനെ വരും ഫസ്റ്റ് ഷെയ്ഡ്. അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ബേബി പിങ്ക് ടോൺ കേട്ടോ. ഭയങ്കര ഭംഗിയുള്ളൊരു ബേബി പിങ്ക് ആണ്. ഇതിൻ്റെ കൂടെ നമുക്ക് വൈറ്റ് ബോട്ടം ഒക്കെ ഇട്ട് സിമ്പിളായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ്. വൈറ്റ് ബോട്ടം, വൈറ്റ് ദുപ്പട്ട ഇടാം. സെയിം ഷെയ്ഡ് തന്നെ വേണമെങ്കിൽ നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക, ഡൈ ചെയ്ത് തരാം കേട്ടോ. അല്ലാണ്ട് റെഡി ബോട്ടം നമുക്കില്ല. റെഡി ബോട്ടം എല്ലാവരും വന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ എല്ലാ ഷെയ്ഡ്സിൻ്റെയും ബോട്ടം ഫാബ്രിക് നമുക്ക് സെയിം ഷെയ്ഡ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കും. സോ അപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് വീഡിയോ കാണിക്കാത്ത കേട്ടോ. അപ്പോൾ നമുക്കുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡൈ ചെയ്തെടുക്കാന്നുള്ള. കാരണം നമ്മൾ റെയർ ഷെയ്ഡ്സ് ആണ്. നിങ്ങൾക്ക് വീഡിയോ എല്ലാം ചെക്ക് ചെയ്താൽ തന്നെ അറിയാം. ഭയങ്കര റെയർ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ കളേഴ്സ് ആണെങ്കിലും ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ബോട്ടം കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ബോട്ടം അവൈലബിൾ ആക്കാത്തത് കേട്ടോ. സോ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഷെയ്ഡ്. നല്ലൊരു പിങ്ക് ഷെയ്ഡിലേക്ക് വരുന്നു. സോ ഇങ്ങനെ വരുന്നു ഫാബ്രിക്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബേബി പിങ്ക് ടോണാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഭയങ്കര രസമുണ്ട്. എല്ലാ ഷെയ്ഡ്സും 4 ഷെയ്ഡും അടിപൊളിയാണ്. ഇങ്ങനെ വരുന്നു ബേബി പിങ്ക്, 315 പെർ മീറ്റർ, 44 ഇഞ്ചസ് വിഡ്ത്ത്. ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയലിൻ്റെ ക്ലോസ് ലുക്ക് വരുന്നത്. നല്ല രസമുള്ള മെറ്റീരിയൽസാണ്.
നല്ലൊരു എംബ്രോയിഡറിയും അതുപോലെ തന്നെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സീക്വൻസ് ആണ് അതിൽ കൊടുത്തിരിക്കുന്നത് ഹൈലൈറ്റ് ചെയ്യാനായിട്ട്. ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നേക്കുന്നതാണ്. ബ്ലാക്കിലും അതുപോലെ തന്നെ ഒരു ഓഫ് വൈറ്റിലും ഒക്കെ ഒത്തിരി ഷെയ്ഡ്സിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു പിങ്ക് പുതിയൊരു ഷെയ്ഡാണ് കേട്ടോ. സോ ഇങ്ങനെ വരുന്നു, ബേബി പിങ്ക് ടോൺ. നെക്സ്റ്റ് ഗ്രീനാണ്, പിസ്ത ഗ്രീൻ ഷെയ്ഡിലേക്ക് വരുന്നു. അടിപൊളിയായിട്ടുള്ളൊരു പിസ്ത ഗ്രീൻ, ഒരു പേരക്കയുടെ നല്ലൊരു പഴുത്ത് വരുന്ന ഒരു പേരക്കയുടെ കളർ ഉണ്ടല്ലോ, അങ്ങനത്തേക്ക് ഒരു ഷെയ്ഡാണ്. 315 per meter, 44 inches വിഡ്ത്ത്. അടുത്തൊരു ബട്ടർ ക്രീം ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു വൈറ്റും അല്ല ഓഫ് വൈറ്റും അല്ലാത്തൊരു അടിപൊളിയായിട്ടുള്ളൊരു ഷെയ്ഡാണ്. സെയിം എംബ്രോയിഡറി തന്നെ, 44 inches വിഡ്ത്ത്, 315 per meterലേക്കാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. നല്ലൊരു ഭംഗിയുള്ളൊരു വർക്കാണ് കേട്ടോ. നല്ലൊരു ഷെയ്ഡുമാണ്. ഞാൻ ഇതിൻ്റെ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നത്. ഈ പ്രാവശ്യം വന്നിരിക്കുന്ന ഒരു ബട്ടർ ക്രീം ഷെയ്ഡിലേക്കാണ് കേട്ടോ. അങ്ങനെ വരും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ്. അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇന്നത്തെ എല്ലാം അടിപൊളി കളക്ഷൻസ് ആണ്. സോ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയച്ചോളാം. നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് യൂട്യൂബിൽ കാണുന്നവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് തന്നെ അയക്കുക. ആൻഡ് നമുക്ക് വെബ്സൈറ്റ് ഓർഡർ അല്ല, നമ്മൾ വെബ്സൈറ്റ് ത്രൂ അല്ല ഓർഡേഴ്സ് എടുക്കുന്നത്, വാട്സപ്പ് ത്രൂ ആണ് ഓർഡേഴ്സ് എടുക്കുന്നത്. അതുപോലെ നമ്മുടെ ഷോപ്പിലും നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാം. ഷോപ്പിൻ്റെ ലൊക്കേഷൻ മൂവാറ്റുപുഴ എംസി റോഡിലാണ്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.